Hello friends, welcome to channel 𝙑𝙗𝙀 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടായിരിക്കും. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരുമെന്നാണ് നമ്മൾ തംബ്നെയിലൊക്കെ കൊടുത്തിട്ടുണ്ടാകുന്ന ഒരു റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും ഇപ്പോൾ ആരുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെ ഇൻകം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കണം. അതാണ് ഇൻകം ടാക്സ് സംഭവം, IT ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കാർഡ് എടുക്കുമ്പോൾ തന്നെ പാൻ കാർഡ് ഇപ്പോൾ എല്ലാത്തിലും മാൻഡേറ്ററി ആണല്ലോ. അപ്പോൾ പാൻ കാർഡ് കൊടുത്തിട്ടാണ് നമുക്ക് മോസ്റ്റ്ലി അപ്രൂവ് ആവുന്നത്, എല്ലാത്തിലും അപ്രൂവ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളുടെ ഓൾറെഡി സാധനം ലിങ്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ പർച്ചേസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ റിപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും കറക്റ്റായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മളെല്ലാ പേ ചെയ്യുന്നതും IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ആവുന്നുണ്ടെന്നാണ്. അങ്ങനെയല്ല. ശരിക്കും ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു നല്ല എമൗണ്ട് കൂടിയുള്ള പേയ്മെൻറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഹൈ എമൗണ്ടൊക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ആക്ച്വലി ഇതിൻ്റെ റിപ്പോർട്ട് ആവുന്നത്. അല്ലാണ്ട് എല്ലാ പേയ്മെൻറ്റ്സും റിപ്പോർട്ട് ആവില്ല. നമ്മളെ ഇപ്പോൾ നിങ്ങൾ ബാങ്കിലൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 50,000 മുകളിലാണെങ്കിൽ നമ്മൾ പാൻ കാർഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അത് ഹൈ വാല്യൂ വരുമ്പോൾ മാത്രമാണ് അത് ആക്ച്വലി റിപ്പോർട്ട് ആവുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള സാധ്യത ഉണ്ടോ? അതിനുള്ള ആൻസർ ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാത്തിനും ആക്ച്വലി ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, ശരിക്കും ഒരു ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമുക്കൊരു ഇയറിൽ നമുക്ക് ആക്ച്വലി 10 ലക്ഷത്തിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഒരു ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ വെച്ചാൽ സാധ്യത എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് അവരുടെ കണ്ണിൽ പെട്ടാൽ മാത്രമാണ് ആക്ച്വലി ശരിക്കും ഇത് നമ്മുടെ നോട്ടീസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. എന്ന് വെച്ചാൽ അതും ചിലപ്പോൾ നല്ല ലേറ്റ് ആയിട്ടൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഇൻകം ടാക്സ് നോട്ടീസ് വരാമെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നോർമലി എന്താ പറയുക, ഒരു മെജോറിറ്റി കേസിലും നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും മിസ്മാച്ചോ അല്ലെങ്കിൽ ഈ പേയ്മെൻറ്റ് നിങ്ങൾ എന്തിനാണ് നടത്തി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടായിരിക്കും ശരിക്കും നോട്ടീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് പെനാൽറ്റി രൂപത്തിലാണ് എല്ലാ നോട്ടീസും വരികയെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ഈ സംഭവം അവരെ കറക്റ്റായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ആക്ച്വലി അവർ നോട്ടീസ് അയക്കുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും മിസ്മാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് ആക്ച്വലി നോട്ടീസായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മളവരെ ധരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, പെനാൽറ്റി രൂപത്തിൽ മാത്രം നല്ല വരും. അതിപ്പോൾ ഒരു ഭയങ്കര കുറവായിട്ടാണ് പെനാൽറ്റി ആയിട്ട് വരുന്നത്. അത് ബാക്കിയെല്ലാം നമുക്ക് ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക, അവർക്കൊരു സംശയം, അത് നമുക്ക് നോട്ടീസായിട്ട് ആക്കിയാണ്. അത് നമ്മൾ ആക്ച്വലി അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നോട്ടീസ് വരാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നോട്ടീസ് വരാമെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു സ്ലാബ് ഉണ്ട്. ഇപ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ നമ്മൾ ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി നമ്മുടെ നോട്ടീസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കുറേ പേര് ആക്ച്വലി എന്താ വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എല്ലാ പേയ്മെൻറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. ബിസിനസ് കാര്യങ്ങൾക്ക് അടക്കം ചെയ്യുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തായാലും മോസ്റ്റ്ലി എല്ലാ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്, ക്യാഷ് ബാക്കും അതുപോലത്തെ റിവാർഡ് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തിട്ട് അതിനൊരു ലാഭം ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു ലിമിറ്റും എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ കുറേ പേര് ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മുടെ ആളുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഉപയോഗിക്കും, അവരിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുകയാണ്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ പേയ്മെൻറ്റും അതേപോലെ എന്താ പറയുക, ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതൊക്കെ റിപ്പോർട്ട് ആവുന്നത് IT ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ITR ഫയൽ ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒരു സ്ലാബിൻ്റെ മുകളിലാണെങ്കിലുള്ളവർക്ക് മാത്രം ശരിക്കും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ശരിക്കും ഫയൽ ചെയ്യാം അല്ലെങ്കിൽ ഫയൽ ചെയ്യാണ്ടിരിക്കാം. അപ്പോൾ ചെയ്തില്ലെങ്കിൽ സംഭവം ഓൾറെഡി റിപ്പോർട്ട് ആവുന്നതാണ്. എന്ന് വെച്ചാൽ എല്ലാം പാൻ കാർഡ് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഫയൽ ചെയ്തിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കേസിൽ അയാളെ ക്രെഡിറ്റ് കാർഡ് വെച്ചുകൊണ്ട് അയാളുടെ ഫ്രണ്ട്സിൻ്റെ കുറേ പേരുടെ ട്രാൻസാക്ഷൻ ഈ കാർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്, എന്നിട്ട് അവരെ നിന്ന് ക്യാഷ് വാങ്ങിക്കുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാവണം, ഇയാളുടെ ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസേഷൻ കൂടുകയാണ്. അപ്പോൾ ആനുവലി വരുമ്പോൾ കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ കാർഡുകൾക്ക് നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം കൊല്ലം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വേവ് ഓഫ് വന്നിട്ട് അത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇതിൻ്റെ ലിമിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ 10 ലക്ഷത്തിന് മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് രണ്ടും മിസ്മാച്ച് വരും. നമ്മുടെ ഇൻകം വരുന്നതും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ അപ്പോഴാണ് സംശയം വന്നിട്ട് നോട്ടീസ് വരുന്നത്. അപ്പോൾ അതാണ് ശരിക്കും നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മാസത്തിൽ 1 ലക്ഷത്തിന് മുകളിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് വന്ന് അത് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റും ശരിക്കും ആക്ച്വലി IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്താ പറയുക ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ അറിയാം, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നൊരു നല്ലൊരു ടൂൾ തന്നെയാണ്. അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ലൊരു ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നല്ല ഡെപ്റ്റ് പണി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വൈസ്ലി യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻകം ടാക്സിൻ്റെ സൈഡിൽ നിന്നുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇതിന്. അപ്പോൾ ഇതിനതില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ കുറച്ച് കാലം മുമ്പൊക്കെ
നമ്മളിപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് എല്ലാവരും ക്യാഷ് പേയ്മെൻറ്റ് ത്രൂ ചെയ്തിട്ട് ഇൻകം ടാക്സിനൊക്കെ വെട്ടിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും നടക്കില്ല എന്ന് വെച്ചാൽ എല്ലാ ലിങ്കാണ്. നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ബാങ്കിൽ 50,000 പോലും ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പാൻ കാർഡ് വേണം, അല്ലാണ്ട് നടക്കില്ല. അപ്പോൾ ഇതെല്ലാം ലിങ്കാണ്. പിന്നെ ഈ സംഭവം ഓൾറെഡി ഡിജിറ്റൽ പർപ്പസാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഫുള്ള് എന്ന് വെച്ചാൽ പാൻ കാർഡും ആധാർ കാർഡൊക്കെ കൊടുത്തിട്ടാണ് ഈ സംഭവം കിട്ടുന്നത്. എന്താ വെച്ചാൽ KYC ഇല്ലാണ്ട് ഇപ്പോൾ ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ലിങ്ക്ഡാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയും വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ കുറേ പേർക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വേറെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരും കണ്ടു നോക്കുക. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ മുകളിൽ നമ്മൾ ലാസ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ നമ്മൾ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മളൊരു എന്താ പറയുക പ്രൊഡക്ട്സിൻ്റെ, അതായത് എന്താ പറയുക മെഡിസിനൽ പ്രൊഡക്ട്സ്, മെഡിസിനൽ എന്ന് പറയാൻ പറ്റില്ല, ആയുർവേദിക് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കൺസ്യൂമർ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ഹാർംഫുൾ കെമിക്കൽസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ കണ്ടൊന്നും കണ്ടുനോക്കട്ടെ. 𝙑𝙞𝙙𝙯 ആണ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെയായിരിക്കും. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.